എന്താണ് ഈ ഏടാകൂടം? ചിലപ്പോഴൊക്കെ വല്ലപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ഈ വല്ലാത്ത കുരുക്കുകളിലൊക്കെ ചെന്ന് പറയാറുണ്ട് വല്ലാത്ത ഏടാകൂടത്തിൽ പെട്ടുവെന്ന്. എന്നാൽ ഈ കലോത്സവ വേദികളെ പ്രധാന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൻ്റെ പ്രവേശന കവാടത്തിൽ ഒരു കൗതുക വസ്തു വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ സ്വന്തമെങ്കിലും അധികം ആർക്കും അത്ര പരിചിതമല്ലാത്ത ഒരു ഏടാകൂടം. കുട്ടിക്കലോത്സവം മാത്രമല്ല, കലോത്സവ വേദികളിൽ പല കാഴ്ചകളുമുണ്ട്. അത്തരമൊരു വ്യത്യസ്തത തേടി പ്രധാന വേദിയായ MD നിലയ്ക്ക് ചുറ്റും നടന്നപ്പോഴാണ് കൗതുകകരമായ ഒരു കാഴ്ച കണ്ടത്. ഏടാകൂടം. ബുദ്ധിപരമായ വ്യായാമത്തിനായി പണ്ട് കേരളത്തിൽ ഉപയോഗത്തിലുണ്ടായിരുന്ന ഒന്നാണ് ഏടാകൂടം. ആശാരിമാരുടെ കരവിരുതിന്റെ സാക്ഷ്യപത്രമായിരുന്ന ഏടാകൂടത്തെ കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന പരിപാടികളുടെ വേദികളിൽ മുടങ്ങാതെ എത്തിക്കുന്ന ഒരാളുണ്ട്, ഉണ്ണിച്ചേട്ടൻ. ഇതിനെപ്പറ്റി അറിയാനും മനസ്സിലാക്കാനും ഒന്ന് ചെയ്തു നോക്കാനുമായി ഒരുപാട് പേർ എത്തുന്നുണ്ട്. എല്ലാവർക്കും എളുപ്പമല്ല ഇത് അഴിച്ചെടുത്തിട്ട് പഴയ രൂപത്തിലേക്ക് എത്തിക്കാൻ. ഞാനും ശ്രമിച്ചു നോക്കി 1-2 എണ്ണം. പരാജയം വിജയത്തിന്റെ ചവിട്ടുപടി എന്നാണല്ലോ പ്രമാണം. ഞാനത് ഉണ്ണിച്ചേട്ടന് തന്നെ കൈമാറി. ഇത് ഇതിനകത്തൂടെ കടക്കുകയും ചെയ്യും. ഇത് അതിനകത്തൂടെ കടക്കുകയും ചെയ്യും. ഈ സാധനം നേരെ മുകളിലേക്ക് വലിച്ചു കയറ്റി കഴിഞ്ഞ് ഇത് ഇതിനകത്തൂടെ കടക്കും. അതിനാണ് ബുദ്ധി വർക്ക് ചെയ്യുന്നത്. ആ മനുഷ്യന് ഇതൊക്കെ നിസ്സാരം. പുതിയ തലമുറയെ ഇത്തരം നല്ല പരീക്ഷണങ്ങളിലേക്ക് ആകർഷിക്കാൻ മാതാപിതാക്കളുടെ ശ്രമവും വേണമെന്ന് തൃശ്ശൂർ സ്വദേശിയായ ഇദ്ദേഹം പറയുന്നു. രക്ഷിതാക്കൾ വാങ്ങിച്ചു കൊടുക്കാനല്ലേ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നു. ആർക്കും വാങ്ങിച്ചു കൊടുക്കില്ല. കാരണം എന്താ വെച്ചാൽ അത് ഇപ്പോൾ കളിക്കാൻ ബുദ്ധിമുട്ടാണ് പറയുക. ഒരു ഏടാകൂടം എന്ന് പറഞ്ഞാൽ അഴിച്ചിടാൻ എളുപ്പമാണ്, സെറ്റ് ചെയ്യാൻ എളുപ്പമല്ല. ഞാൻ ഉണ്ടാക്കിയതാണ് ഇപ്പോൾ ഞാൻ തന്നെയാണ് സെറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുന്നത്. ഇവ മൺമറഞ്ഞു പോകാതിരിക്കാനായി നമുക്കും ഓരോന്ന് വാങ്ങിവെക്കാം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.